ടെലിവിഷൻ അവാർഡ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയ കവി യൂസഫ് അലി കേച്ചേരി അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ അവാർഡ് നിശ ആരംഭിക്കാം. ഗുഡ് ഈവനിങ്. എൻ്റെ പ്രിയപ്പെട്ട നാടാണ്. ഇവിടെ വന്നിരിക്കുന്ന എനിക്ക് തോന്നുന്നതൊരു 95% ആൾക്കാരും എന്നെ അറിയുന്നവരും ഞാൻ അറിയുന്നവരാണ്. വളരെ സന്തോഷമുണ്ട്. കോഴഞ്ചേരിയിൽ എൻ്റെ കൂടെ നാടായ കോഴഞ്ചേരിയിൽ ദൃശ്യ അവാർഡിൻ്റെ 16ാമത് വർഷം സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. മലയാളത്തിലെ ടെലിവിഷൻ മാധ്യമത്തിൽ ഏറ്റവും ആദ്യം സ്വകാര്യ സംരംഭമായി തുടങ്ങിയ ടെലിവിഷൻ അവാർഡാണ് മലയാളം ടെലിവിഷൻ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ ദൃശ്യ അവാർഡുകൾ. 1998 ഇത് ആരംഭിക്കുമ്പോൾ അന്ന് ദൂരദർശൻ മാത്രം ദിവസേന 3 മണിക്കൂർ മാത്രം സംപ്രേഷണമുള്ള ഒരു കാലഘട്ടത്തിലാണ്. പിന്നീടിപ്പോൾ ഏതാണ്ട് 35ഓളം ചാനലുകൾ 24 മണിക്കൂറും സംപ്രേഷണമുള്ളൊരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ഈ അവാർഡ് നിശ്ചയ്ക്ക് ഇവിടെ എത്തിയിരിക്കുന്നത്. ചാനലുകൾ കൂടുന്തോറും നിലവാരം കൂടുന്നുണ്ടോ എന്നുള്ളൊരു ആത്മപരിശോധന നടത്തേണ്ട സന്ദർഭം കൂടിയാണ്. ഒട്ടേറെ കലാകാരന്മാരെ ഈ ചാനലുകളിലൂടെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു, അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കലാകാരന്മാരെ ആദരിക്കുക, അംഗീകരിക്കുക എന്നുള്ളതൊരു ദൗത്യമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് മലയാളം ടെലിവിഷൻ വ്യൂവേഴ്സ് അസോസിയേഷൻ ഈ കഴിഞ്ഞ 15 വർഷങ്ങളിലും. ഇന്ന് കോഴഞ്ചേരിയിൽ ഈ അവാർഡ് നിശ സംഘടിപ്പിച്ചതിനെ പറ്റി ആലോചിച്ചപ്പോൾ ഇതിന് ഞങ്ങൾക്ക് ഏറ്റവും ശക്തമായ പിന്തുണയുമായി എത്തിയത് ജെനിസിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ
ഉടമ ശ്രീ മാത്യൂസ് ജോണാണ്. തീർച്ചയായിട്ടും ഇവിടെ ഈ അവാർഡ് നിശ ഇന്ന് ഇവിടെ സാധ്യമായതിൻ്റെ പിന്നിൽ തീർച്ചയായും ജെനിസിസ് ഗ്രൂപ്പിൻ്റെ ഒരു ശക്തമായ പിന്തുണ മാത്രമാണ് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ജെനിസിസ് ഗ്രൂപ്പിനോടുള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. കോഴഞ്ചേരിൽ ഒരു പരിപാടി നടത്തുമ്പോൾ അഭിവന്ദ്യനായ ക്രിസോസ്റ്റം തിരുമേനിയെ ക്ഷണിക്കാതെ നടത്തുന്നത് അത്യന്തം ഒരിക്കലും ഈ നാട് മാപ്പ് തരില്ലെന്ന് എനിക്കറിയാം. തിരുമേനിയെ കണ്ട് ഈ അവാർഡ് നിശയുടെ കാര്യം പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞത് കോഴഞ്ചേരിയിൽ ഒരു അവാർഡ് നിശ കാണേണ്ടത് ഞങ്ങളുടെ കൂടി ഒരു ആവശ്യമാണെന്ന്. ബഹുമാന്യനായ തിരുമേനി നമ്മളുടെ സമയത്ത് തന്നെ, നമ്മൾ ആവശ്യപ്പെട്ട സമയത്ത് തന്നെ, കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തി. തിരുമേനിയോടുള്ള ഞങ്ങളുടെ നന്ദി നിസ്സീമമാണ്. തിരുമേനിയെ സഹർഷം ദൃശ്യ അവാർഡിൻ്റെ ഈ 16ാമത് അവാർഡ് നിശയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന നിരവധി ആളുകളുണ്ട്, പ്രമുഖ വ്യക്തികളുണ്ട്, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ ഒട്ടേറെ പ്രശസ്തരുണ്ട്, ചലച്ചിത്ര ടെലിവിഷൻ രംഗത്തെ പ്രഗത്ഭരുണ്ട്. ഇവരുടെ ഓരോന്നിനും പേരെടുത്ത് പറഞ്ഞാൽ കുറഞ്ഞ പക്ഷം 2 പാട്ടെങ്കിലും കേൾക്കാനുള്ള അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അവരെല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ അവാർഡ് നിശയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവാർഡ് ലഭിച്ചവരുണ്ട്, അവാർഡ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയും ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ തുടക്കം കുറിക്കുവാൻ ഇന്ന് എത്തിച്ചേർന്ന ബഹുമാന്യനായ തിരുമേനിയെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൽ പങ്കെടുക്കാനെത്തിയ ഈ പ്രദേശത്തെ മുഴുവൻ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഈ നാട്ടിൽ മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ന് ഇവിടെ ഈ പരിപാടി കാണാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ കലാപരിപാടി അവതരിപ്പിക്കുന്ന പലരും രേഷ്മ നേരത്തെ പാട്ടുപാടി ബോംബെയിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ ഇന്നത്തെ ഈ അവാർഡ് നിശയിലൂടെ പങ്കെടുക്കുന്നുണ്ട്. ഇതുവരെ മിക്കവാറും എല്ലാ അവാർഡ് നിശകളും ദൃശ്യയുടെ കഴിഞ്ഞ 15 വർഷവും എറണാകുളത്ത്, കഴിഞ്ഞ വർഷം പാലക്കാട്, ഇത്തരം നഗരങ്ങളിൽ മാത്രം നടത്തിയിരുന്ന ഈ അവാർഡ് നിശ ഇന്ന് നമ്മുടെ ഗ്രാമമായ കോഴഞ്ചേരിയിൽ നടത്തുമ്പോൾ ഏറ്റവും വലിയ പിന്തുണയായി വന്നത് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്താണ്. ഈ സ്റ്റേഡിയം ഞങ്ങൾ തുകയടച്ച് പരിപാടി നടത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളുടെ ഒറ്റക്കെട്ടായ താല്പര്യത്തോട് നമ്മളുമായി സഹകരിക്കും എന്നുള്ള വിശ്വാസത്തിൽ അവർ ഈ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം നമുക്ക് സൗജന്യമായി വിട്ടുതരികയും ഇവിടെ വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് സഹായിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഈ പരിപാടി ഇവിടെ നടത്തുന്നതിൽ, നമുക്കിവിടെ വന്ന് ഈ പരിപാടി നടത്താൻ ഇത്ര ഭംഗിയായ ഒരു വേദി ഉണ്ടാക്കുന്നതിൽ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പങ്ക് ഒട്ടും കുറവല്ല. അതിന് സഹകരിച്ച ബഹുമാന്യായ പ്രസിഡന്റ് ശ്രീമതി ആനി ജോസഫിനോടും ബഹുമാന്യരായ മറ്റെല്ലാ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളോടും അതിൻ്റെ ഭാരവാഹികളോടും എൻ്റെ MDVAയുടെയും നന്ദി അറിയിക്കട്ടെ. രാഷ്ട്രീയ സാമൂഹിക വ്യത്യാസം ഒട്ടും കൂടാതെ ഇവിടെ മിക്കവാറും എൻ്റെ പരിചയക്കാരാണെങ്കിൽ പോലും അവരെല്ലാം കൈമയും മറന്ന് സഹായിച്ചതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഇവിടെ ഈ വേദി ഒരുക്കുവാൻ കഴിഞ്ഞത്. എല്ലാ പ്രിയപ്പെട്ടവരും നമ്മൾ രാഷ്ട്രീയ വൈര്യം മറന്ന് ഇന്ന് എത്തുന്ന, ഇവിടെ നിന്നല്ല എല്ലാ ദൃശ്യവേദികളിലും ഞങ്ങൾ കാണുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ അസംബ്ലിയിൽ പോലും പോരാടുന്ന MLAമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കും. അത്രയ്ക്കൊരു മാസ്വരീയമായ ഒരു വേദിയാണ് ദൃശ്യ അവാർഡ് വേദി. തീർച്ചയായിട്ടും ഈ നാടിൻ്റെ മനസ്സ് ഒന്നായി കാണുന്ന ഈ മനോഹരമായ സന്ധ്യയിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.